കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, അതിന്റെ ഒരു ഫോളോ അപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഗസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിൽ അനിശ്ചിതത്വം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത. വെടിനിർത്തൽ കരാറിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. യുദ്ധ ക്യാബിനറ്റ് യോഗം ഇസ്രായേൽ ചേരില്ല. കരാറിലെ ഉപാധികൾ ഹമാസ് അംഗീകരിക്കാതെ വെടിനിർത്തൽ സാധ്യമല്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സരുൺ എ ജോസ് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. സരുൺ, ഗുഡ് ഈവനിങ്. ഇന്നലെയൊക്കെ നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു വിരാമമാകും യുദ്ധത്തിനോ എന്ന്. പക്ഷെ വീണ്ടും അനിശ്ചിതാവസ്ഥയാണോ? ഗുഡ് ഈവനിങ് ഓൾ. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഗസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഇന്നലെ ഹമാസും ഇസ്രായേലും അത് അംഗീകരിച്ചതോടെ ഈ ഗസയിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലോകം മുഴുവനും. പക്ഷേ ഇപ്പോൾ ആ വെടിനിർത്തൽ കരാറിന് അന്തിമ രൂപം നൽകാൻ വേണ്ടി ഇന്ന് ഇസ്രായേലിലെ യുദ്ധകാല ക്യാബിനറ്റ് ചേരേണ്ടതായിരുന്നു. ഇന്ത്യൻ സമയം 2:30-ക്കാണ് ആ യോഗം ചേരേണ്ടിയിരുന്നത്. പക്ഷേ ആ യോഗം നടക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ്. കാരണം ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ധാരണകളിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോയെന്ന ആരോപണമാണ് ഇസ്രായേൽ പ്രധാനമായും ആരോപിക്കുന്നത്. ഈ ധാരണകളിൽ, ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ധാരണകളിൽ ഈ ഇസ്രായേൽ ഹമാസ് ബന്ദികളാക്കിയ 33 പേരെ മോചിപ്പിക്കാനും അതുപോലെ തന്നെ ഇസ്രായേലിൽ തടവിലുള്ള 100ഓളം പലസ്തീൻ ആളുകളെ മോചിപ്പിക്കാനുമായിരുന്നു ധാരണ. പക്ഷേ അതിനു മുമ്പായി തന്നെ ഹമാസിൻ്റെ ചില നേതാക്കളെ മോചിപ്പിക്കണമെന്ന നിർദ്ദേശം, ആവശ്യം ഹമാസ് മുന്നോട്ട് വെച്ചെന്ന സൂചനകളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് പ്രധാനമായും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഇസ്രായേലിൻ്റെ ആരോപണങ്ങളെ തള്ളി ഹമാസും രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഈ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ വെടിനിർത്തൽ കരാർ ഞായറാഴ്ചയായിരുന്നു പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ചില തടസ്സങ്ങൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതാണ് ഗസ വെടിനിർത്തലിൽ അനിശ്ചിതത്വം. ഹമാസ് പിന്മാറി എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആരോപണം. യുദ്ധ ക്യാബിനറ്റ് അത് ചേരില്ല എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിൽ നിന്നും.